ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലേക്ക് പോകുന്ന എങ്ങനെ വെച്ചാൽ കാറയിലാണ്. വയനാട് പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത്. പുൽപ്പള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുൽപ്പള്ളി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പറ്റുവാണെങ്കിൽ നമുക്ക് പുൽപ്പള്ളി ഒരു ബോർഡർ ഉണ്ട്. പുൽപ്പള്ളി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കർണാടക കേരള ബോർഡർ ആയിട്ടുള്ള പെരിക്കല്ലൂർ ഭാഗത്തേക്ക് കൂടെ പോകണം. ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിലാണ്. എൻ്റെ വീടിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ആനക്കാമ്പൊയിൽ. ആനക്കാമ്പൊയിൽ സ്ഥലത്തെ പറ്റി അറിയത്തില്ലാത്തവരോട് ഒന്നുകൂടെ പറയാണ്. ആനക്കാമ്പൊയിൽ സ്ഥലം ഇരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ 45 കിലോമീറ്റർ അകന്നിട്ട് തിരുവാമ്പാടി പഞ്ചായത്തിലുള്ള സ്ഥലമാണ് ആനക്കാമ്പൊയിൽ. അപ്പം നമുക്ക് വയനാട് പോകാൻ തരും. അപ്പം എല്ലാവർക്കും ഇന്ത്യൻ ഡ്രൈവർ ഓർ മഹാട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗേസ്, അങ്ങനെ വണ്ടി എടുത്ത് നേരെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആനക്കാമ്പൊയിൽ അങ്ങാടി എത്തി. ഇവിടെ നിങ്ങളെ ഞാൻ ഒരു അടിപൊളി മല കാണിച്ചിടാം. മല ഇവിടെ നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ്. വെള്ളരി മല എന്ന് പറയും, എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഈ മല കണ്ടോ, ഒരു രക്ഷയില്ലാത്ത മലയാണ് ഇത്. ശരിക്കും വെള്ളരി മലയുടെ ഒരു ഭാഗമായിട്ട് വരും. നമുക്ക് ഈ മലയുടെ ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് തുരങ്കവും വരുന്നത്. അപ്പൊ നമുക്ക് ഈ മലയെല്ലാം കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്ക് പോകാം. അപ്പം വയനാട് നല്ല മഴയായിരിക്കാനാണ് സാധ്യത. എന്തെങ്കിലും പോയി നോക്കാം. പിന്നെ ഞാനിപ്പോ പോകുന്ന വഴി വേറെ കാഴ്ചയാണ്. ഞങ്ങളിവിടെ പുതിയതായിട്ട് പാലം പണിത, അതായത് തിരുവാമ്പാടി പഞ്ചായത്തും കോടഞ്ചേരി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണിത്. കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇപ്പൊ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടിപൊളിയാണ്. ഇപ്പൊ അതിന്റെ അടിഭാഗത്താണേലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കെട്ടിപ്പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ റോഡ് നമ്മൾ നേരെ ചെന്ന് ചേരുന്നത് നാരങ്ങാത്തോട് എന്ന് പറയും. അവിടുന്ന് നേരെ ചെമ്പുകടവ് നേരെ നമ്മൾ വയനാട് ചുരത്തേക്ക് ചാടും. അതായത് താമരശ്ശേരി ചുരത്തേക്ക് ഇത് പോകും. താമരശ്ശേരി ചുരത്ത് നമ്മൾ നേരെ കൽപ്പറ്റയിലേക്ക് പോകും. അങ്ങനെ ഇപ്പം നമ്മൾ കൽപ്പറ്റ എത്തി. ചുരത്ത് നല്ല ബ്ലോക്കായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ കഴിച്ചില്ലായി, പെട്ടെന്ന് തന്നെ കഴിച്ചില്ലായി. കൽപ്പറ്റ എത്തി. ഇവിടുന്ന് ഏതാണ്ട് ഇനി 1 കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റയ്ക്ക്. ഫസ്റ്റ് പോയിട്ട് ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കൽപ്പറ്റ ടൗണിൽ പോകണ്ട. ടൗണിൽ പോകാതെ തന്നെ ഒരു വഴിയുണ്ട്, ബൈപ്പാസ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ ബൈപ്പാസ് വഴി മീനങ്ങാടി എത്താൻ പറ്റും. മീനങ്ങാടി പിന്നെ ബത്തേരി വഴി പോകണോ അല്ലെങ്കിൽ മീനങ്ങാടി ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു പുൽപ്പള്ളിക്ക്, അങ്ങനെ പോകണോ എന്നുള്ളത് നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പം ഏതാ അവൻ്റെ ഒരു സെക്ഷൻ അവിടെ നോക്കിയിട്ട് എടുക്കാം. കാര്യം ബത്തേരിയിൽ ഇപ്പം റോഡിൽ നല്ല തിരക്കായിരിക്കും. ഇത് സെക്കൻഡ് റോഡ് ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പാണല്ലോ. ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് കൽപ്പറ്റയിൽ. നമുക്ക് ആദ്യം പോയിട്ട് ടയറൊന്ന് കാറ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കി പോകാം. അല്ലെങ്കിൽ വഴിക്ക് വിടുന്ന സാധ്യതയുണ്ട്. ടയർ ഇപ്പം തീരെ കാറ്റ് കുറവാണേ. നമുക്ക് ടയർ ചെക്ക് ചെയ്യേണ്ട ഭാഗം എത്താറായി. ഇവിടെ ഒരു നല്ലൊരു ഷോപ്പുണ്ട്. അവരുടെ പേര് എന്താ ചോദിച്ചാല് പേര് മറന്നുപോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ടയർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതായിരുന്നു. നല്ല വ്യൂ കണ്ടു. അപ്പം അതും നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചാൽ അതൊന്ന് കാണിക്കാം. ഒരു വ്യൂ അല്ലേ. എനിക്ക് തോന്നുന്നത് അത് വെള്ളരിമലയുടെ ഇപ്പൊ സൈഡ് ആയിരിക്കണം. അതായത് ചുരം വരുന്ന ഭാഗം, ചുരം അല്ല ടണൽ വരുന്ന ഭാഗം വെള്ളരിമലയുടെ അപ്പുറ സൈഡായിട്ട് വരും. കൽപ്പറ്റയിൽ ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും അത് മൊത്തത്തിൽ. കൽപ്പറ്റ ടൗൺ വരുന്നത് ഈ ഭാഗത്തായിട്ട് വരും. ടൗണിന്റെ കുറച്ച് ഭാഗം കാണാം. ഇത് ആ കാണുന്ന സൂം ചെയ്ത് ശരിക്കും കിട്ടില്ല, മരമുള്ളതുകൊണ്ട്. ആ സൈഡാണ് ടൗൺ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ടയർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ. എയർ അടിച്ചിട്ട് പോവാണെങ്കിലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നാമത് ടയർ, ഇപ്പൊ ബേക്കിലെ 2 ടയർ ഉണ്ടല്ലോ, അത്യാവശ്യം മാറാറായിട്ടുണ്ട്. അപ്പം അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പോവാം. ബേക്കിത്തെ മൊട്ടയായി. ഫ്രണ്ട് ബേക്കിത്തെ മൊട്ടയായിട്ടില്ല, ഫ്രണ്ടും ഏതാണ്ട് മാറാറായി. ടയറെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴയും തുടങ്ങി. എൻ്റെ പൊന്നോ, നല്ല മഴ പുറത്ത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോകുന്ന വഴിക്ക് ഇപ്പൊ ബത്തേരി വഴി പോകണോ അല്ലെങ്കിൽ മീനങ്ങാടി തിരിഞ്ഞു പോകണോ എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. ബത്തേരി വഴി പോകണമെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. മീനങ്ങാടി വഴി പോകണമല്ലേ വലിയ ബ്ലോക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എന്നാലും എന്നെ ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് കൽപ്പറ്റ ബൈപ്പാസ് ഒന്ന് കഴിയാം. കൽപ്പറ്റയിൽ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. കൽപ്പറ്റ ബൈപ്പാസ് കഴിഞ്ഞ് പിന്നെ വലിയ തിരക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതാണ് വിളിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് മീനങ്ങാടി വഴി വേണോ ബത്തേരി വഴി പോകണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. അവനെ എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എന്താ വെച്ചാൽ വിളിച്ചിട്ട് പോകാം. എന്താ വെച്ചാൽ ബത്തേരി വഴി പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് മീനങ്ങാടി ചെന്നിട്ട് മാറിപ്പോകുന്ന നല്ലതെന്ന് വിളിച്ചു നോക്കാം ആദ്യം. നമ്പർ പിന്നെ കിട്ടി. ഫോണിലൊക്കെ ഈ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഫോണില് ഈ ഫോണും വീഡിയോ എടുക്കുന്ന വണ്ടി ഓടിക്കുന്ന ഒരാൾ തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറയാറ്.
എടുക്കുന്നില്ലല്ലോ എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം വിളിക്കുമ്പോഴായിരിക്കും ഒടുക്കത്തെ പരസ്യം. ഈ പരസ്യമൊക്കെ മാറാൻ സമയം കഴിഞ്ഞു. അവിടെ കൽപ്പറ്റ എത്തി. ഇനി നമുക്ക് എതിലെ പോരേണ്ട നല്ലത്? കൽപ്പറ്റന്ന് ബത്തേരി വഴി പോരുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ മീനങ്ങാടി തിരിഞ്ഞു പോരുന്നതാണോ നല്ലത്? മുട്ടില് അല്ലെങ്കിൽ നീ കാര്യമ്പാടി പുൽപ്പള്ളി അല്ലെങ്കിൽ മീനങ്ങാടി. ഏറ്റവും പെട്ടെന്ന് മീനങ്ങാടി വന്നിട്ട് തിരിഞ്ഞു പോരുന്നതാണല്ലോ. പിന്നെ കുളവയിൽ വഴിയുണ്ട്. ഏറ്റവും എളുപ്പം ഏതാ? ഏറ്റവും എളുപ്പം കുളവയിൽ വഴിയുണ്ട്. കാറ് പോകുന്ന വഴിയല്ലേ? ഞാൻ മാപ്പ് ഇട്ടാ മതിയായിരിക്കുമല്ലേ ശരിക്കും പറഞ്ഞാല്? അവിടെ കുറച്ചു ദൂരം കട്ടറുണ്ട്. എന്നാ പിന്നെ മീനങ്ങാടി വഴി വരാം. മീനങ്ങാടി വരുക. മാപ്പ് ഇട്ടു. അപ്പൊ വലിയ വിഷയമില്ലല്ലോ. ഞാൻ പുൽപ്പള്ളി എത്തി തന്നെ വിളിക്കടാ. ഞാൻ പുൽപ്പള്ളി എത്തിയിട്ട് വിളിക്കാം. ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാം. പുൽപ്പള്ളി എത്തിയിട്ട് തന്നെ വിളിക്കാം ആദ്യം. എനിക്ക് വീട് കറക്റ്റ് അറിയില്ല, അതല്ല വിഷയം. ഞാൻ പുൽപ്പള്ളി എത്തിയിട്ട് തന്നെ വിളിക്കാം. ഇതിപ്പം വടുവഞ്ചാല് പുൽപ്പള്ളി റോഡാണ്. ഇപ്പം വടുവഞ്ചാൽ പുൽപ്പള്ളി റോഡിൽ ഏകദേശം പുൽപ്പള്ളി അടുക്കാറാകുമ്പം ഭൂരിഭാഗം ഫോറസ്റ്റ് തന്നെയാണ്. ഈ റോഡിന് വീതിയില്ല എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പക്ഷെ റോഡിന് വീതിയില്ലെങ്കിലും നല്ല റോഡാട്ടോ, കണ്ടീഷൻ റോഡാണ്. ഗട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ഡ്രൈവിങ് നമുക്ക് ഈ റൂട്ടിൽ കിട്ടുന്നുണ്ട് താനും. ഇനി ഏകദേശം പുൽപ്പള്ളി അടുക്കാറാനായിട്ട് ഒരു 6 കിലോമീറ്റർ കൂടി ഉണ്ട്. 6-7 കിലോമീറ്റർ കൂടി ഉണ്ടാകണം. അങ്ങനെ നമ്മൾ പുൽപ്പള്ളി എത്താറായപ്പോ ഒരു ഫോറസ്റ്റ് കിട്ടി. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ യാത്ര അടിപൊളി കേട്ടോ. ചിലപ്പോൾ രാത്രി ഈ സ്ഥലത്തൊക്കെ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആനയോ പുലിയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ പുൽപ്പള്ളിക്ക് വരുവാണെങ്കിൽ, കൽപ്പറ്റയിൽ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് മുട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്നത് നല്ലത്. മുട്ടിൽ നിന്ന് നേരെ നടവയൽ വഴി നേരെ പുൽപ്പള്ളിക്ക് വരുന്നത് നല്ലത്. ബത്തേരി പോയി കഴിഞ്ഞാൽ സമയം പിടിക്കുന്നതിനും റോഡ് കുറച്ചും ബ്ലോക്കും ആണെന്നാനും. രാത്രിക്ക് ഇപ്പൊ ഇതേ വഴി തന്നെ തിരിച്ചു വരണ്ടേ. ഇപ്പൊ ഈ വഴിക്കൊക്കെ രാത്രിയിലൊന്നും പ്രശ്നം എന്താ വെച്ചാൽ ആന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആന റോഡിന് നടക്കുന്ന കഴിഞ്ഞാല് പിന്നെ ഒരു കുറച്ചു നേരത്തെ പോവില്ല. ഗേസ് അങ്ങനെ നമ്മള് പുൽപ്പള്ളി എത്തി. ഇനി ഇവിടുന്ന് പുൽപ്പള്ളിക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഈ ഇടത്തേക്ക് പോകുന്ന വഴിയില്ല ഇത് ശരിക്കും പറഞ്ഞാല് മാനന്തവാടിക്ക് പോകുന്ന വഴിയാ. അപ്പൊ ബസ് എങ്ങോട്ട് വെച്ചാൽ മാനന്തവാടിക്കാണോ? അത് ബസ് മാനന്തവാടിക്കാ. ഇത് പുൽപ്പള്ളി മാനന്തവാടി റോഡാ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇടത്തേക്ക്, അവിടുന്ന് ഒരു ഇടത്തേക്ക് ഒരു വഴിയുണ്ട്. അത് നേരെ ചെല്ലുന്ന പെരിക്കല്ലൂർ എന്ന് പറയുന്നത് കേരള കർണാടക ബോർഡറാണ്. അപ്പുറ സൈഡ് നമുക്ക് കർണാടകം വരും. അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടം വരെയും പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ഉള്ളൂ ഈ പുൽപ്പള്ളിയിൽ നിന്ന്. അപ്പം ഇന്നെന്തായാലും അവിടം വരെയും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. കേസ് അങ്ങനെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്കാരോട് പറയില്ലായിരുന്നോ, അവനെ കൂട്ടി നേരെ നമുക്ക് പോകുന്നത് നമ്മുടെ ബോർഡർ, കർണാടക കേരള ബോർഡറൊക്കെ പെരിക്കല്ലൂർക്ക്. അവിടെ പോയിട്ട് ഒരു തോണിയിൽ യാത്രയുണ്ട്. നമുക്കത് പോയി നോക്കാം. സമയത്തിലായി, എന്നാലും പോയി നോക്കാം. അവിടെ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്. അപ്പൊ ആളോട് ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ശരിക്കും എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ? നമുക്ക് ഇനി 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ അല്ലേ?
അവിടെ ശരിക്കും നമ്മൾ ബോർഡർ വരുന്നത്. അവിടെ ബോർഡർ വരുന്നത്, അവിടെയാണ് കടവൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മള് പെരിക്കല്ലൂർ എത്തി. പെരിക്കല്ലൂർ അങ്ങാടിയാണ്. ഇതൊരു എങ്ങോട്ടുള്ള സൂപ്പർ കോട്ടയം ഡീലക്സ് ആണ് കിടക്കുന്നത്. ഈ വണ്ടി കോട്ടയം ഡീലക്സ് ആണ്. പെരിക്കല്ലൂർ പിന്നെ വേറെ രസമുണ്ട്. പെരിക്കല്ലൂർ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കാണിച്ചിടാം. അതേപോലെ തന്നെ സോണിയ, ഇപ്പൊ പുൽപ്പള്ളി എന്ന് പോകുന്ന വണ്ടിയാ, കോട്ടയം വണ്ടിയാ സോണിയ. ഇത് ഫുൾ AC ആട്ടോ സോണിയ. ഇതും ഒരു ഏകദേശം 7 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്. സെമി സ്ലീപ്പർ ആൻഡ് സ്ലീപ്പർ ആയിപ്പോ ഈ വണ്ടിയാ. ഇവിടുന്ന് രാത്രി ഈ പെരിക്കല്ലൂരിൽ തന്നെ ഒരുപാട് ബസ്സുകളുണ്ട്. ഈ പറയുന്ന കോട്ടയം ഭാഗത്ത്, കോട്ടയം അതുപോലെ തന്നെ തൊടുപുഴ, പാല, ഇങ്ങനത്തെ ഏരിയയിലേക്ക് ഒരുപാട് ബസ്സുണ്ട് ഈ പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ പെരിക്കല്ലൂർ ബോർഡർ എത്തി. ഈ ബോർഡറിന്റെ അപ്പുറം കർണാടക. ഇവിടെ ഒരു പുഴയുണ്ട്, പുഴയ്ക്ക് അപ്പുറം കർണാടക. ഇവിടം വരെ വണ്ടി പോകുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും പോകില്ല. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടുന്ന് ഇപ്പം മഴയായതുകൊണ്ട് കടവില്ല, അല്ലെങ്കിൽ തോണി ഉണ്ടാവും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർണാടകത്തിൽ പോയിട്ട് വരാം. അവിടെ നമുക്ക് ബീവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് ആ പുഴയുടെ സൈഡിലെത്തി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കടവില്ല ഇപ്പം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുണ്ട്, കൊട്ടവഞ്ചിയിൽ എന്താ വെച്ചാൽ അടിപൊളി കേട്ടോ. കൊട്ടവഞ്ചിയിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ അത്യാവശ്യം ദൂരം പോകാം. ഇത് കുറച്ച് നമ്മുടെ കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്നൊരു പുഴ കൂടിയാണ്, കബനി പുഴയാണിത്. ആക്ച്വലി ഇത് കബനി പുഴയാണ്. ഇതിന് അപ്പുറ സൈഡ് വരുന്നത് കർണാടകയാണ്. കർണാടകന്റെ ഫോറസ്റ്റ് ആണ് മുഴുവനും. ഈ നമ്മുടെ ഗോണിക്കുപ്പ എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ രാത്രിക്ക് മാനന്തവാടിന്ന് ഗോണിക്കുപ്പ വഴി നമുക്ക് നേരെ അനസൂർ വന്ന് മൈസൂർ എല്ലാം ആ ഒരു വഴിയെ പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു ടേൺ ചെയ്തിട്ട് വൈരിക്കുപ്പ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും. അതായത് ഏകദേശം വൈരിക്കുപ്പ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയതാ. അപ്പുറത്ത് കടവുണ്ട്, കടവ് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഉണ്ട് സംഭവം. തോണിയിൽ ഇവിടുന്ന് ആളെ കയറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടാക്കും. 10 രൂപയാണ് നമുക്ക് തോണിയിലുള്ള ടിക്കറ്റ് വരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ അടിപൊളി റിസോർട്ടും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാല് തോണിയിലുള്ള പരിപാടി നിർത്തിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഞാൻ വിചാരിച്ച് നിർത്തിയെന്ന് വിചാരിച്ചേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കർണാടക. ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ ഒരു ബീവറേജ് ഉണ്ട്. അങ്ങോട്ട് ഇവിടുന്ന് ഇഷ്ടം പോലെ ആൾക്കാരാണ് പോകുന്നത്. വലിയ വെള്ളമൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ തോണി കടവുണ്ടാവില്ല കേട്ടോ. കുറച്ചുകൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാവും ഇവിടെ. തിരക്കാവുന്ന മീൻസ് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ പറ്റാതെ ആകുമ്പോൾ തന്നെ ഇവിടെ തോണിയൊക്കെ പൂട്ടിക്കളയും. ഇപ്പം വെയിൽ കാണുന്നില്ലേ, ആൾക്കാരൊക്കെ പോയിട്ട് വരുന്നുണ്ട്. ഈ ആൾക്കാർ കൂടുതലും പോകുന്നത് എന്താ വെച്ചാൽ അവിടെ ഞാൻ പറയില്ല ഒരു ബീവറേജ് ഉണ്ടെന്ന് പറയില്ലേ, നമുക്കിവിടെ അടുത്തായിട്ട് ഏറ്റവും സുഖമായിട്ട് കിട്ടുന്ന ബാറാണ്. ബീവറേജ് അല്ല, ബാർ. കർണാടകത്തിൽ ബാറാണല്ലോ, ബീവറേജ് ഇല്ലല്ലോ. അവിടെ പോയിട്ട് ചെറുതോണം അടിക്കുക, തിരിച്ചു വരിക. അതിനുവേണ്ടിയാണ് ആൾക്കാരെല്ലാം ഈ തോണിക്കരി അപ്പുറത്തേക്ക് പോകുന്നത്. ഈസിയാണ്, പെട്ടെന്ന് എത്തും. അത് കഴിഞ്ഞ് പിന്നെ ആ റോഡിലൊക്കെ നേരെ കഴിഞ്ഞ് മൈസൂർ പോകാൻ പറ്റും കേട്ടോ വഴിക്കാൻ. അങ്ങനെ നമ്മൾ പുൽപ്പള്ളി പെരിക്കല്ലൂർ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, ആളെ വീട്ടിൽ പോയതായിരുന്നു. ആ പെരിക്കല്ലൂർ ആളെ വീട്ടിൽ പോയി ചായയും ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചിപ്പോൾ ഇനി നേരെ തിരിച്ച് ആനക്കാമ്പിലേക്ക് പോരുവാണ്. ഇപ്പം രാത്രിക്ക് നമുക്ക് പുൽപ്പള്ളിയിൽ നിന്ന് മുട്ടിൽ വരെ പോകേണ്ടത് കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. മുട്ടിൽ വരെ കാടിൻ്റെ ഉള്ളിലില്ല, പക്ഷെ കുറച്ച് ദൂരം കാടുണ്ട്. ആനയൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ചുരത്തെ ബ്ലോക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 ഒക്കെ ആവാൻ വീട്ടിലെത്താം. നമ്മളിപ്പം ചുരത്തിന്റെ മേളിലെത്തി തിരിച്ച്, അതായത് പുൽപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പൊ തിരിച്ച് ചുരത്തിന്റെ മേളിലെത്തി. അവിടുന്ന് കുറഞ്ഞ ദൂരം മതി. ശരിക്കും പറഞ്ഞാൽ ബത്തേരി പോവാതെ ഈ പറയുന്ന മുട്ടിൽ വരുവാണെങ്കിൽ കുറഞ്ഞ ദൂരം മതി. അപ്പോ അങ്ങനെ ചുരത്തി അങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 9ാം വളവിലാണ്. ഇവിടുന്ന് ഒരു ലാസ്റ്റ് 1ാം വളവ് എത്തണ്ട, അതിന്റെ മുമ്പ് തന്നെ നമുക്ക് തിരിച്ച് ആനക്കാമ്പയിലേക്ക് റോഡ് ടേൺ ചെയ്ത് കിട്ടും. നമുക്ക് അവിടുന്ന് നേരെ തിരിച്ച് അതായത് ചിപ്പിത്തോട് നമുക്ക് തിരിച്ച് അങ്ങോട്ട് ആനക്കാമ്പിലേക്ക് റോഡ് കിട്ടും. ചുരത്തിൽ നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് വരുന്നതനുസരിച്ച് വേറൊന്നുകൊണ്ടല്ല, അവിടെ ഒരു മരം മുറിക്കുന്നുണ്ടായിരുന്നു ഒരു വളവിന്റെ അവിടെയായിട്ട്. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് വരുന്നത്. മുമ്പിൽ ഒരു പത്തനംതിട്ട ഡീലക്സ് കിടപ്പുണ്ട്, സൂപ്പർ ഡീലക്സ്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ചില്ല് ഗ്ലാസ്സിൽ ഈ മഴ പെയ്തിട്ടെ നന്നായി ഇതായി കിടക്കുക. പോറിയിട്ടുണ്ടോ തോന്നുന്നു, പോറിയതല്ല, മഴ പെയ്തിട്ടെ നന്നായിട്ട് ഇതായി കിടക്കുക. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി.
ചുരത്തിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. നമുക്ക് ബഡ്ജറ്റ് ട്രിപ്പിൽ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട്.